Hi guys, welcome to our YouTube channel Beyond the Bloggers. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇപ്പം ആമസോൺ ഡെലിവറി ചേട്ടൻ കൊണ്ടുവന്ന് തന്നിട്ട് പോയതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ആമസോണിൽ നിന്നും വരുത്തിയിട്ടുള്ള ആമസോൺ ബേസിക്സിൻ്റെ തന്നെ ഒരു ആമസോൺ ഡൊങ്കൽ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആമസോൺ ഡൊങ്കൽ എനിക്ക് ആവശ്യം വന്നതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ റിവ്യൂ അൺബോക്സിങ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടും, എങ്ങനെ ഉപയോഗപ്പെടും, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പുറകെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, അതേപോലെ ഞങ്ങളെ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വാചകവടിയൊന്നുമില്ല, നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഇതാണ് പാക്കറ്റ് വന്നിട്ടുണ്ട്. പാക്കറ്റ് എന്തായാലും ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. കത്രികയൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തു സാധനം എടുത്തു. ആദ്യം തന്നെ നമ്മുടെ ബില്ലുണ്ട്, ഷിപ്പിംഗ് അഡ്രസ്, ഇൻവോയ്സ് നമ്പർ, അതേപോലെ ഒരു നീറ്റായിട്ടുള്ള ആമസോണിൻ്റെ എപ്പോഴും തരുന്ന പോലത്തെ ബില്ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സാധനത്തിൻ്റെ വില ഞാൻ പറയാം, ഇതിവിടെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നത് ആമസോൺ ബേസിക്സ് 4G LTE വയർലെസ് ഡോങ്കൽ എഴുതിയിട്ടുണ്ട്. 4G LTE വയർലെസ് ഡോങ്കൽ കാണാമെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം എഴുതിയിട്ട് ആമസോൺ 4G LTE, അതേപോലെ വയർലെസ് ഡോങ്കൽ, അതിൻ്റെ മോഡൽ നമ്പർ, അതിൻ്റെ മാനുഫാക്ചറർ, പിന്നെ അതിൻ്റെ മാർക്കറ്റർ, കോണ്ടാക്ട് കസ്റ്റമർ കെയറിലും അപ്പാരിയോ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കോണ്ടാക്ട് കസ്റ്റമർ കെയറിൽ. ഇതാ അവരാണ് അതിൻ്റെ കസ്റ്റമർ കെയർ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ കസ്റ്റമർ കെയറിലോട്ടുള്ള 24 hours കസ്റ്റമർ കെയർ നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഓപ്പൺ ചെയ്യാം. ഇത് എവിടുന്നാ പോലും ഓപ്പൺ ചെയ്യാം. അതേ തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് നമ്മുടെ ആമസോൺ ബേസിക് വയർലെസ് ഡോങ്കൽ മോഡൽ AB22A075001 മാക്സിമം 2 ആംപിയർ, മെയ്ഡ് ഇൻ ചൈന എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ സിം സപ്പോർട്ടാണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ബാക്കി ഇതിൻ്റെ അകത്ത് വരുന്നത് നല്ലൊരു പാക്കിങ് വരുന്നുണ്ട്. പാക്കിങ് വന്നിട്ട് അതിൻ്റെ അകത്തൊരു ഇതാണ് ബാറ്ററി. ഓക്കെ ഗേസ്, ഇതിൻ്റെ അകത്തൊരു ബാറ്ററിയും വന്നിട്ടുണ്ട്. നോക്കൂ, ബാറ്ററി. അപ്പോൾ ഗേസ്, ബാറ്ററി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയാണ്. ബാറ്ററി മോഡൽ നമ്പർ തന്നിട്ടുണ്ട്. കപ്പാസിറ്റി 2700 മില്ലി ആംപിയർ പെർ അവർ ആണ്. 7.7 വാട്ട് അവേഴ്സ്. അപ്പോൾ 7 മണിക്കൂർ വരെ ഇതിന് ബാക്കപ്പ് തരുമെന്നാണ് തോന്നുന്നത്. അതാണ് തോന്നുന്നു എഴുതിയിരിക്കുന്നത്, വാട്ട് അവേഴ്സ്. ഓക്കെ, ചാർജിങ് വോൾട്ടേജ് 3.7 വോൾട്ടേജ് അതാണ് ഇതിലുണ്ട്. അപ്പോൾ ഈ ബാറ്ററിക്ക് എന്തെങ്കിലും കേടുകൾ സംഭവിച്ചാലും നമുക്ക് ബാറ്ററി വേറെ ഈ മോഡൽ വെച്ചിട്ട് നമുക്ക് ആമസോണിൽ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തായാലും ഇത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ ഓൾ സിം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി സോഴ്സ് അതുണ്ട്. ബാക്കിയുള്ള ചില ഡൊങ്കലിനൊക്കെ അതിനെന്തെങ്കിലും പവർ സോഴ്സ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കണം. അത് നമ്മൾ എപ്പോഴും അത് കൊടുത്തോണ്ടിരിക്കണം. ഒന്നെങ്കിൽ USB കണക്ടറിൽ കുത്തിയിടുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും പവർ ബാങ്ക് ഉപയോഗിച്ച് അതിനെ കുത്തിയിടുവോ ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ആ രണ്ട് മേന്മയാണ്, മെയിനായിട്ടുള്ള 2 ബെനിഫിറ്റുകളാണ് ഈ പ്രോഡക്റ്റിൻ്റെ. ആ 2 ബെനിഫിറ്റുകളാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്കുകളൊന്നും അങ്ങനെ പറയാനില്ല. എന്തായാലും നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ റേറ്റ് എത്രയെന്ന്. ഇതിൻ്റെ റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ 2799 രൂപയാണ്. 2799 രൂപയുടെ ഡൊങ്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൈസയ്ക്കുള്ള ആ ക്യാഷിനുള്ള വാല്യൂ ഈ പ്രോഡക്റ്റിനുണ്ടോ എന്ന് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം, ഉപയോഗിച്ച് നോക്കാം. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ സൈഡിൽ ഒരു ചെറിയ വെട്ട് പോലെയുണ്ട്. ആ വെട്ടിൽ ഇങ്ങനെ നഖം ഇട്ടിട്ട് അതിനിങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
4G മൊബൈൽ വൈഫൈ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. IMEI നമ്പർ കൊടുത്തിട്ടുണ്ട്. സിം ഉപയോഗിക്കുന്ന കാരണം IMEI ഡിവൈസ് ആയത് കാരണം IMEI നമ്പർ കൊടുത്തിട്ടുണ്ട്. ലോഗിൻ IP പാസ്വേഡ് MAC അഡ്രസ്സ് എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് ഇത് നമുക്ക് എന്തായാലും ബാറ്ററി ഇട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സിം ഇപ്പോൾ ഇടുന്നില്ല. സിമ്മിൻ്റെ അഡാപ്റ്റർ അതാണ് അഡാപ്റ്റർ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അത് നാനോ സിം ആയിരുന്നു. പക്ഷേ നാനോ സിം അഡാപ്റ്റർ ആവശ്യമാണ് അതിന്. അത് കാരണം ആ അഡാപ്റ്റർ ഇപ്പം നമുക്കില്ലാത്ത കാരണം നമ്മൾ എന്തായാലും ബാറ്ററി ഇട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സിം ഇട്ടിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ആ പവർ ബട്ടൺ പറ്റി 3 ലൈറ്റും കത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന തോന്നുന്നു. പവർ ബട്ടൺ കത്തിയപ്പോഴത്തേക്ക് 3 ലൈറ്റും കത്തി. ഓക്കെ ഇട്ട് ഇവിടെ കത്തിക്കൊണ്ടിരിപ്പുണ്ട്. കത്തിയും കിടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ സിഗ്നലിനുള്ള ഒരു ഇതുണ്ട്. സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതേപോലെ വൈഫൈ കാണിക്കുന്നതിനുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതേപോലെ ബാറ്ററി കാണിക്കുന്നതിനായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനും ഇതിനകത്ത് കാണാൻ സാധിക്കും. ചാർജർ ഇതിൽ കണക്ട് ചെയ്യാം. C-type ചാർജറല്ല ഇപ്പോൾ ഉള്ള. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള മാക്സിമം ഡിവൈസുകൾക്കെല്ലാം C-port ആണ്. C-port ചാർജിങ് ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം ഒരു ചാർജിങ് കേബിളും തന്നിട്ടുണ്ട്. 4G വൈഫൈ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 10 ഡിവൈസസ്, മാക്സിമം 10 ഡിവൈസിൽ കണക്ട് ചെയ്യാം. അതായത് 15 മീറ്ററിനകത്തുള്ള 10 ഡിവൈസിൽ ഇതിന് കണക്ടിവിറ്റി ചെയ്യാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സിം ഇല്ലാത്ത കാരണം നമ്മൾ സിം ഇട്ട് നമുക്ക് പിന്നീട് അതിൻ്റെ റിവ്യൂ ഇടാം. വൈഫിൻ്റെ മൊബൈൽ, എൻ്റെ മൊബൈൽ, പിന്നെ ഒരു ലാപ്ടോപ്പ്. ഈ 3 ഡിവൈസിൽ ഇത് കണക്ട് ചെയ്തു. 3 ഡിവൈസിലും കണക്ട് ചെയ്യുമ്പോൾ ഒരു മാക്സിമം ഒരു അവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 72 Mbps വരെ സ്പീഡ് ലഭിക്കുന്നുണ്ട് ഇതിന്. അത് മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ ഒരു 4-4.5 മണിക്കൂർ എന്തായാലും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പിന്നീടാണ് എൻ്റെ തലയിലേക്ക് ഉദിച്ചു വന്നത്. അതായത് ഇതിപ്പം കമ്പനി തരുന്ന ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് യൂണിക് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും. അതിപ്പം വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പം നമ്മുടെ നൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് സ്ഥലത്തോ പോയിരിക്കുമ്പോഴത്തേക്ക് ഇത് 4G ലൈറ്റിൻ്റെ ആണ് ഈ സിഗ്നൽ കിട്ടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ പാസ്വേഡ് ഈസിലി ആയിട്ട് അടിച്ച് നമ്മുടെ വൈഫൈ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഏതൊരു ഡിവൈസ് കിട്ടിയാലും അത് നമ്മുടേതായിട്ടുള്ള പാസ്വേഡ് ഇട്ട് നമ്മുടെ ഡിവൈസിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ ആധുനിക കാലത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നിസ്സാര കാര്യമാണ്. നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞു, അതിൻ്റെ വിവരണങ്ങളും ഫീച്ചേഴ്സും ഫെമിലിയറൈസേഷനും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൈഫൈ പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും റിവ്യൂ ആകുമ്പോൾ എല്ലാം പറയണമല്ലോ. പലർക്കും ഇതിൻ്റെ പാസ്വേഡ് ഇത് ഓൾറെഡി നമ്മുടെ മാനുഫാക്ചറർ തരുന്ന ഒരു അഡ്മിൻ പാസ്വേഡും അതേപോലെ ലോഗിൻ ID-യും ഉണ്ടാവും. പക്ഷേ എന്നാലും ഇത് ചേഞ്ച് ചെയ്യണം. കാരണം ഈ യൂണിക്കായിട്ടുള്ള പാസ്വേഡും ഒക്കെ ആയിരിക്കും ഈ കമ്പനീസ് നമുക്ക് തരുന്നത്. അപ്പം ഇതെങ്ങനെ നമ്മുടെ രീതിയിൽ മാറ്റിയില്ലെങ്കിൽ സേഫ്റ്റി അത് വേറുള്ളവർ ഇതിൻ്റെ വൈഫൈ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അതുവഴി നമ്മുടെ സിസ്റ്റത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ വൈഫൈ ഡാറ്റ തീർന്നു പോകാനും ഒക്കെ കാരണം ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമുക്ക് വൈഫൈ പാസ്വേഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആദ്യമായി പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് വൈഫൈയുമായി കണക്റ്റഡ് ആണോ എന്ന് നോക്കുക. അപ്പോൾ എൻ്റെ നേരത്തെ തന്നെ പാസ്വേഡ് യൂസർ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അത് കണക്റ്റഡ് ആയി. അഡ്രസ്സ് ഡയറക്റ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ്, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എന്താണോ അതടിച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് അങ്ങനെ
വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഡിവൈസ് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഡിവൈസ് ആയിട്ടാണ് തോന്നിയത്. വർത്ത് ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതേപോലെ ഇപ്പോൾ സിഗ്നൽ പ്രോബ്ലം ഉള്ള, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു BSNLന്റെ സിം ഉപയോഗിക്കുകയാണ്. ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവിടെ ജിയോയുടെ ഇത് കിട്ടിയെന്ന് വരില്ല. അപ്പോഴത്തേക്ക് ഈ സിമ്മിൽ ഏത് സിം വേണേലും ഇടാം. ജിയോ സിം ഇടാം, BSNL സിം ഇടാം, അതേപോലെ ഏത് സിം ഇടാം. ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിം എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടുത്തെ സിം മേടിച്ച് ഞാൻ ഇടുന്നു, ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതേപോലെ ഒരു കുടുംബത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന്, അതേപോലെ നെറ്റ്വർക്ക് സൗകര്യമില്ലാത്ത നമ്മുടെ ബോർഡറിൽ നിൽക്കുന്ന ജവാന്മാർക്ക് ഇത് ഉപകാരമാണ്. അതേപോലെ പല കുഗ്രാമങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർക്ക്, അതുപോലുള്ളവർക്ക് ഉപകാരമാണ്. അങ്ങനെ പലർക്കും ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കും നല്ലൊരു വർത്ത് ഫോർ മണി ആയിട്ട് ഇപ്പോൾ തോന്നി. എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് കണ്ട് നിങ്ങൾ ഇതിന്റെ റിവ്യൂ കണ്ടു, അതേപോലെ ഇതിന്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വൈകിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ബിയോണ്ട് ദി ബ്ലോഗേഴ്സ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുമ്പോൾ ഇതേപോലുള്ള ഓരോ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.